ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് തലശ്ശേരിയിൽ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുന്നത് വേദനയും പ്രതിഷേധവും ഉയർത്തുന്ന കാഴ്ചയാവുന്നു. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് ഗൂഡ്സ് ഓട്ടോ സ്റ്റാൻഡിനടുത്താണ് കുടിവെള്ളം ഇങ്ങനെ പാഴാവുന്നത്. കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇത് തുടരുകയാണെന്ന് പരിസരത്തുള്ളവരും ഓട്ടോ തൊഴിലാളികളും പറയുന്നു. ലിറ്റർ കണക്കിന് ശുദ്ധജലമാണ് നിത്യവും ഇവിടെ ഇങ്ങനെ മണ്ണിൽ പാഴാവുന്നത്. കാര്യം അറിയിച്ചിട്ടും അറിഞ്ഞിട്ടും അധികൃതർ വിഷയം ഗൗരവത്തിലെടുത്തില്ലെന്നും നാട്ടുകാർ പറയുന്നു. പരാതി ശക്തമായപ്പോൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. ഇവർക്ക് പിന്നാലെ വന്ന കരാർ തൊഴിലാളികൾ പൈപ്പ് പൊട്ടി വെള്ളം പുറത്തെത്തുന്ന സ്ഥലം കണ്ടെത്താൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ച ഏതാനും സ്ഥലത്ത് കുഴികുത്തി നോക്കിയെങ്കിലും മണ്ണിനടിയിൽ വെള്ളം ചീറ്റുന്ന ഉറവിടം കണ്ടെത്താനായില്ല. തൊട്ടടുത്തുള്ള ദേശീയപാതയിലെ മെക്കാടൻ റോഡിനടിയിലാണ് ഇനി കുഴികുത്തി തിരയേണ്ടതെന്നാണ് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നത്. ബന്ധപ്പെട്ടവരിൽ നിന്നും അനുമതി കിട്ടിയാലേ ദേശീയപാതയിൽ കുഴികുത്താനാവുകയുള്ളൂ. ഇതിനായുള്ള കാത്തിരിപ്പിലാണ് വാട്ടർ അതോറിറ്റിക്കാർ. നേരത്തെ ആഴത്തിലെടുത്ത പരിശോധനാ കുഴികൾ മൂടാത്തതിനാൽ പരിസരം അപകട മേഖലയായിട്ടുണ്ട്. നോട്ടം പിഴച്ചാൽ വഴിയാത്രക്കാർ ഇവിടെ മൂക്കുകുത്തി വീഴുന്ന അവസ്ഥയാണ്. പരാതികൾ ഉയർന്നതോടെ കുഴികൾക്ക് മുകളിൽ അപകട മുന്നറിയിപ്പായി ചുവന്ന റിബണുകൾ കെട്ടിയിട്ടുണ്ട്. അത് പരിഹാരമാണോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.